ഞാൻ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് കുറെ നാളായെങ്കിലും ഹണി റോസിന് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് ഇപ്പോഴാണ്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവരും ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അത് അറിയാമല്ലോ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഈ നെഗറ്റീവ് മെസ്സേജിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ആളാണ്. കാരണം ഈ നെഗറ്റീവ് മെസ്സേജൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്ന തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, കണ്ടു നിങ്ങൾ കമൻസ് അറിയിക്കണം, അതിനോടൊപ്പം ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ഈ ബോച്ച എന്ന് പറയുന്നതിനേക്കാളും പോച്ച എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം. ഈ പോച്ചയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ 2 വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിക്കാം. നിങ്ങൾ അതൊന്ന് കാണുക. തോക്കൊക്കെ അരയിലുണ്ടാവും. ഗണ്ണുണ്ടോ? ആ പിന്നെ അല്ല, ശരിക്കും ഒറിജിനൽ ഗണ്ണാണ്. ഒറിജിനൽ ഗണ്ണിനാണ്. ഉണ്ടയുണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ ഇതിന്റെ ഉണ്ട ഇങ്ങനെ നീണ്ടായിരിക്കുക. ഈ ഉണ്ടയല്ല അത്. ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ലല്ലോ. ലൈസൻസ് ഒക്കെ വേണമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വളരെ ചെറുപ്പം മുതല് എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നിങ്ങൾ അതിനെന്തിന് ഞാൻ തോക്കിന്റെ കാര്യം, ലൈസൻസ് ഉള്ള തോക്കിന്റെ കാര്യം പറഞ്ഞത്. കഴിഞ്ഞിട്ട് 8 മാസമായപ്പോഴേക്കും വൈഫ് പ്രഗ്നന്റ് ആയി. രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നു. അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. യാത്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊക്കെ നല്ലതാണ്. പക്ഷെ ആ നേരത്തെ ഒന്നും നടന്നില്ല. ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയും, അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ്, കെടുക്കുമ്പോഴും നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ്. ഇവൻ എന്ത് കോമഡി പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും, ഈ 2 ആങ്കർമാരും പൊട്ടി ചിരിക്കുക. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ചാനലിന് റീച്ച് വേണം, ഇതിൻ്റെ കാശ് വേണം, പിന്നെ ഇവർക്ക് പ്രൊഫഷണൽ ഗ്ലാമർ വേണം, പിന്നെ ജോലി വേണം, അങ്ങനെ പലതുമാണ്. ഇങ്ങനെ കയ്യൊക്കെ വാങ്ങി കാണിച്ചിട്ട് എൻ്റെ ഉണ്ട ഇങ്ങനെ ഉരുണ്ടല്ല ഇരിക്കുന്നത്, ഇങ്ങനെ കയ്യിലാങ്ങി കാണിച്ചിട്ട് ഇങ്ങനെ നീണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവള് ആകെ നാണം കൊണ്ട് ഈ രോമാഞ്ച പുളകിതയായി ചിരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അങ്ങനെ ചിരിക്കുകയാണ് നമ്മുടെ ഈ ആങ്കർ. രണ്ടാമത്തോളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അടിയിലാണ് കിടക്കുന്നത്, ഒക്കെ ഞാൻ മുകളിലല്ലേ, അങ്ങനെയാണെങ്കിൽ അവളുടെ ഒരു പടി കൂടി ഞാൻ മുന്നിലാണ് എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അവൾ ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ അടിയിലെന്നൊക്കെ പറയുമ്പോൾ അവളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയതുപോലെ എനിക്ക് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ നിർത്തേണ്ടടുത്ത് നിർത്തണം. അതായത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു നടി ഇത് നീ കിടന്നു കൊടുത്തിട്ടാണോ നിനക്ക് ചാൻസ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ മയക്കൊക്കെ എടുത്ത് അവരുടെ മോന്തയ്ക്ക് എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഒരു സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. അതുപോലെ ആയിരിക്കണം ഇവനെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുത്ത് അവനെ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണം. ഇതിപ്പോൾ അങ്ങനെയല്ല. പോട്ടെ, കാശുണ്ടല്ലോ, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വിട്ടുകളഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് ഒരു തരം കൊണാണ്ടസം പറയരുത്. അത് ആരായാലും. ഹണി റോസിന് യഥാർത്ഥത്തിൽ ഈ കുന്തി ദേവി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവൻ ഒരു സ്റ്റേജിൽ സംസാരിച്ചപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ചെയ്തത് ഒരുപക്ഷെ അത് ഞാനായിരിക്കും. ഞാനത് ആ നേരത്തെ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് മറുനാടൻ ഒരു ബിഗ് സല്യൂട്ട് എന്ന പേരിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പോച്ചയുടെ വേറെ 2 പോച്ച കാര്യങ്ങൾ കൂടി ഞാനത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ബോച്ചയ്ക്കെതിരെയുള്ള ഹണി റോസിന്റെ കേസും അതിൻ്റെ മാധ്യമ വിചാരണയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾ ഇതിനിപ്പോൾ ഒരാഴ്ച അങ്ങ് കൊണ്ടു നടക്കും. അതായത് എന്നിട്ട് ഇവർ തന്നെ കുറേ പേര് ഇവൻ കുറ്റവാളിയാണെന്ന് കുറ്റപ്പെടുത്തും. വേറൊരു കൂട്ടർ ഇവനെ തലോട്ടും തഴുകും കൂടെ കൊണ്ടു നടക്കും. തീർച്ചയായിട്ടും ഈ സത്യസന്ധമായിട്ട് ഇതിനെക്കുറിച്ച് ഈ മാധ്യമ വിചാരണയിൽ സത്യസന്ധമായിട്ടൊരു പ്രതികരണം ഞാൻ കണ്ടത് തീർച്ചയായിട്ടും അത് രാഹുൽ ഈശ്വറിൻ്റെയാണ്. ഞാനിപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ച് പറയുമ്പോൾ ഞാനിത് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ നാറ് തന്നെയാണ്, നാറുന്നവനെ ചുമക്കുന്നവനും നാറും എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? രാഹുൽ ഈശ്വർ പറഞ്ഞത് ഹണി റോസ് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദ്ഘാടനം തന്നെ ആയിക്കോട്ടെ, ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ അണിയുന്ന വസ്ത്രങ്ങളുടെ ഒരു വൾഗാരിറ്റിയെ കുറിച്ച് കേരളത്തിൽ ഇതിനെക്കുറിച്ച് പറയാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്. ഇതിലൽപ്പം സത്യമൊക്കെ ഇല്ലേ? ഇപ്പോൾ ഒരു സഭ്യമായ വസ്ത്രം ധരിക്കണം,
പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ എന്നാരെങ്കിലും പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ആ സ്റ്റേജിൽ കുന്തി എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പോച്ച സംസാരിക്കുമ്പോൾ ഈ കയ്യൊക്കെ കൂപ്പി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് താങ്ക് യു പറയുന്ന ആ രംഗമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണാം. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇര എന്ന് പേരിട്ടുകൊണ്ട് ഈ ഹണി റോസിന്റെ പിന്നാലെ സിനിമാ ലോകം ഒന്നിച്ചു നിൽക്കുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത് ചില സ്ത്രീകളെ കുറിച്ചുള്ള പ്രശ്നമാണ്, ഇതിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ല, അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സിനിമാ ലോകം തന്നെയല്ലേ ഇപ്പോൾ ഈ ഹണി റോസിന്റെ പിന്നാലെ. എന്തായാലും നന്നായി. ഹണി റോസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു എന്നൊക്കെയാണ്. ഈ അഭിമാനവും അഹങ്കാരവും ഈ മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഹണി റോസ് അനുഭവിക്കുന്നത്. അതല്ലെങ്കിൽ സ്വന്തം ശരീരം അഭിമാനമായിട്ട് കാണുന്ന, അഹങ്കാരമായിട്ട് കാണുന്ന എത്ര സ്ത്രീകളാണ്, അല്ലെങ്കിൽ എത്ര ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എന്തുകൊണ്ട് ഇവരെ ആരെയും ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല? ഒരു കോഴിക്കോട് ഉദ്ഘാടനമാണെങ്കിൽ പോലും ഈ ഹണി റോസിനെയാണല്ലോ വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, വസ്ത്രധാരണം, സ്ത്രീകളുടെ വസ്ത്രധാരണം നമ്മുടെ അവകാശമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വാദിക്കുന്ന നാരി ശക്തികളുണ്ടല്ലോ, അവർ സമക്ഷം എന്നോട് പൊറുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇത് കണ്ടിട്ട് ഇവൾ ധരിച്ചിരിക്കുന്ന അണ്ടർ ഗാർമെന്റ് നല്ല ഭംഗിയായിരിക്കുന്നു എന്ന് പറയണമോ, അതോ ഇവളുടെ ബാക്ക് കാണാൻ വളരെ ഭംഗിയായിരിക്കുന്നു എന്ന് പറയണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എടീപ്പച്ചയെ ഹണി റോസ്, ഇപ്പോൾ നിന്റെ പുറകെ കുറെ ചാനലുകാരുണ്ടാവും, കഷ്ടം, പാപം, ഇര എന്നൊക്കെ പറഞ്ഞു. ഇവർ ഒരാഴ്ച കഴിയുമ്പോൾ പുതിയൊരു ഇരയെ കിട്ടുമ്പോൾ ഇവരുടെ പാട്ടിന് പോകും. അതല്ലെങ്കിൽ ഈ കോമാളി ഈ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുകയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ചാനൽ ഇവനെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഇവനെ ഉപദേശിച്ചു. യഥാർത്ഥത്തിൽ ഈ ചാനലുകളെല്ലാം ഇതൊക്കെ ആഘോഷിക്കുകയായിരുന്നു. എല്ലാവരും വേണ്ടത് റീച്ചാണ്, അല്ലാതെ ഒരു കോപ്പുമല്ല. ഇപ്പോൾ ഹണി റോസ്, താങ്കളുടെ കാര്യം തന്നെ എടുത്താൽ, താങ്കളുടെ ഒരു പടം ഇപ്പോൾ റിലീസാകാൻ പോകും. ഈ റിലീസാവുന്ന പടത്തിന്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് താങ്കൾ ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു പുറപ്പെട്ടതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എൻ്റെ ഹണി റോസ്, താങ്കൾ അതിനെന്ത് മറുപടി പറയും? ഈ പോച്ച എന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടാൽ തന്നെ അറിയാം, ഇവൻ ആ ഒരു കോമാളിയാണ്. ഒരു മുണ്ടും ചട്ടയൊക്കെ വിട്ടിട്ട് വെറുതെ കയറി പറഞ്ഞാൽ നടക്കുക. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ കാശുകാരും ഒക്കെ ഇങ്ങനെയാണോ? ഇത് മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചു കുട്ടികളോടൊക്കെ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുക, ഈ തെറിയുടെ ആംഗ്യം കാണിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ട് നമ്മുടെ നാട്ടിലെടുത്ത് ഒരു പീഡന കേസ്, ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു കേസ് വന്നു. ആ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സബ് ഇൻസ്പെക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി കൊണ്ട് ഇവന്റെ മർമ്മത്തിട്ടൊരു പ്രയോഗം പ്രയോഗിച്ചു. അതോടുകൂടി ഇവന്റെ എല്ലാ അസുഖങ്ങളും കഴിഞ്ഞ് എന്നാണ് പിന്നെ അറിയാൻ സാധിച്ചത്. ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോയോട് ഒന്ന് കണ്ടു നോക്ക്. പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു. സഹോദരി, എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഈ ലാത്തി കൊണ്ടുള്ള പ്രയോഗത്തിന്റെ ഒരു ആവശ്യം ഇവനുമുണ്ടെന്ന്? എന്തായാലും അപ്രതീക്ഷിതമാണ് ഇവന്റെ ലോക്കപ്പ്. നമ്മുടെ കേരള പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ നമ്മുടെ കേരളത്തിലെ പലരും ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോലീസുകാരുടെ കുടുംബങ്ങളും ഇവന്റെ ഈ കോമാളിത്തരത്തിന്റെ ഈ പ്രകടനങ്ങളൊക്കെ ഇവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ചാൻസ് ഒത്തു വന്നപ്പോൾ അവരുടെ കലിപ്പ് തീർത്തു, അതായത് പഴുതടച്ചുകൊണ്ടൊരു പണി കൊടുത്തു എന്ന് കരുതിയാൽ മാത്രം മതി. എന്തായാലും ജയിൽവാസം കഴിക്കുന്ന നമ്മുടെ ബോച്ചയ്ക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശീർവദിക്കാം. അവിടുത്തെ ഉണ്ട തിന്നാനെങ്കിലും, ഇപ്പൊ ഉണ്ടല്ലോ ചപ്പാത്തിയിൽ, ആ ചപ്പാത്തി കഴിച്ചിട്ടാണെങ്കിലും അല്പം ബോധം വരുമെങ്കിൽ വരട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.